ഹായ്, DCB ബാങ്കിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ക്വാർട്ടറുകളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അവർ പറയുന്ന അതേ ഫിഗേഴ്സ് തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ് DCB ബാങ്ക് എന്ന് പറയുന്നത്. അതിനകത്ത് യാതൊരു വ്യത്യാസവും വരാറില്ല. 18% to 22% ആണ് മാനേജ്മെന്റ് എപ്പോഴും ഗൈഡ് ചെയ്യാറ്. അതേ രീതിയിൽ തന്നെ അവർ ഫിഗേഴ്സും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്വാർട്ടറിലെ റിസൾട്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് കിടന്നാൽ അവരുടെ ലോൺ ബുക്ക് ഗ്രോ ചെയ്തിരിക്കുന്നത്, അവരുടെ അഡ്വാൻസ് ഗ്രോ ചെയ്തിരിക്കുന്നത് 18.5% ആണ്. അതേപോലെ തന്നെ അവരുടെ ഡെപ്പോസിറ്റ് ബുക്ക് ഗ്രോ ചെയ്തിരിക്കുന്നത് ഏകദേശം 19.5% ആണ്. അതായത് ലോൺ ബുക്കിൽ 18.5%, അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ബുക്കിൽ 19.5% ഗ്രോത്ത് വരുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു രീതി തന്നെയാണ് കമ്പനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഫിഗേഴ്സ് നോക്കിയാലും കമ്പനിയുടെ ഇപ്പോൾ GNPA നമ്പേഴ്സ് നോക്കിയാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതും കഴിഞ്ഞ കുറെ ക്വാർട്ടറുകളായിട്ട് GNPA നമ്പേഴ്സ് അല്ലെങ്കിൽ NNPA നമ്പേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ROE എല്ലാ ക്വാർട്ടറിലും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്വാർട്ടറിൽ നോക്കിയാൽ ROE എന്ന് പറയുന്നത് ഏകദേശം 12.7% ആണ്, 71% ആണ് ഈ ക്വാർട്ടറിലെ ROE. ഈ ക്വാർട്ടറിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ കമ്പനികളിലും ഞാൻ കഴിഞ്ഞൊരു റിസൾട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഈ ഒരു ക്വാർട്ടറിൽ ലേബർ കോഡ് പുതിയതായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ മിക്കവാറും കമ്പനികൾക്കല്ല, എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അവർക്ക് ഓൾറെഡി ഉള്ള എംപ്ലോയീസിന്റെ, അതായത് അവരുടെ എക്സ്പെൻസിന്റെ പകുതിയെങ്കിലും സാലറിയിൽ എംപ്ലോയീസിന്റെ സാലറി ആയിട്ട് കാണിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടറിൽ നമുക്ക് നോക്കിയാൽ എല്ലാ കമ്പനികളുടെയും ഈ എംപ്ലോയീസിന്റെ കോസ്റ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സോ അത് ഇപ്പൊ നവംബറിലാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ DCB ബാങ്കിന്റെ കാര്യം നോക്കിയാൽ അവർക്ക് ഏകദേശം 25 കോടി 26 കോടിയോളം ആ രീതിയിൽ എക്സ്പെൻസ് ഇപ്രാവശ്യം കൂടുതൽ വന്നിട്ടുണ്ട്. സോ അത് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ അവരുടെ ROE എന്ന് പറയുന്നത് 14% മുകളിലേക്ക് എത്തിയാണ്. ഇപ്പൊ നോക്കിയാൽ 12.7% ആണ്. മാനേജ്മെന്റിന്റെ ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ ഇയർ അല്ല, അതായത് ഈ മാർച്ച് അല്ല, അടുത്ത മാർച്ചിൽ അവർ 13.5 എത്തുമെന്നാണ് ROEയിൽ അവർ ഗൈഡ് ചെയ്തിരുന്നത്. സോ അത് നോക്കിയാൽ ഈ ഒരു ക്വാർട്ടറിൽ തന്നെ ഈ പറഞ്ഞൊരു എക്സ്പെൻസ് ഇല്ലായിരുന്നു, അവർ 14% ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ ROE എത്തിയാണ്. അതുപോലെ തന്നെ ROA നോക്കിയാലും ഈ ഒരു ക്വാർട്ടറിൽ ഇപ്പോൾ 0.91% ആണ് അവർ ROA എന്ന് പറയുന്നത്. അതിന്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 1% മുകളിൽ നിർത്തുക എന്നുള്ളതാണ്. സോ അത് ഈ ഒരു ക്വാർട്ടറിൽ ഈ പറഞ്ഞ സെയിം എക്സ്പെൻസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ 1.01% ആയിട്ട് ROE എത്തിയാണ്. സോ മാനേജ്മെന്റ് ഗൈഡ് ചെയ്ത രീതിയിൽ തന്നെയാണ് ഈ ROEയുടെ ആണെങ്കിലും ROAയുടെ ആണെങ്കിലും രണ്ടിന്റെ ഡയറക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ അവരുടെ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.37% ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ 0.31% ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് കൂടുതലായിട്ട് തോന്നാം. അത് ആക്ച്വലി അത് കൂടിയേക്കുന്നതാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ പ്രൊവിഷൻസ് കുറച്ച് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഈ പ്രൊവിഷൻസ് കൂടുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കോസ്റ്റ് കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ആ രീതിയിലല്ല. കാരണം അവരുടെ GNPA നമ്പേഴ്സ് കൂട്ടിയിട്ടില്ല, NNPA നമ്പേഴ്സ് കൂട്ടിയിട്ടില്ല, സ്ലിപ്പേജസ് കൂടിയിട്ടില്ല, അതേപോലെ തന്നെ DPD ബക്കറ്റ്സിലൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർക്ക് ബാഡ് ലോൺസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയല്ല, അവരുടെ ബുക്കിനെ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി മാനേജ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 22%. നെറ്റ് ഇൻകം ഏകദേശം 15-16% ഗ്രോ ചെയ്ത സമയത്താണ് ഈ നെറ്റ് പ്രോഫിറ്റ് 22% അയക്കുന്നത്. ആ നെറ്റ് പ്രോഫിറ്റ് 22% അയക്കുന്ന എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ പ്രൊവിഷൻസ് കൂട്ടിയിട്ടും നെറ്റ് പ്രോഫിറ്റ് 22% വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 26 കോടിയുടെ എക്സ്ട്രാ എക്സ്പെൻസ് അവർക്ക് വന്നിട്ട് അവർക്ക് 22% പാർട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അവർക്ക് ആ പ്രൊവിഷൻസ് ഈ ഒരു ക്വാർട്ടറിൽ കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഫിഗേഴ്സ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ അവരുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻസ് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. അതല്ലാതെ കമ്പനിയുടെ ബുക്കുകളിലൊന്നും നെഗറ്റീവ് വന്നതിന്റെ പേരിലല്ല ക്രെഡിറ്റ് കോസ്റ്റ് കൂടിയേക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, മാനേജ്മെന്റിന്റെ ഗൈഡൻസ് എന്ന് പറയുന്ന പോലും 0.45% താഴെ ക്രെഡിറ്റ് കോസ്റ്റ് നിർത്തുക എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കിയാൽ പോലും ഇവിടെ 0.37% ഉള്ളൂ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് കൂടി, പ്രൊവിഷൻസ് കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊക്കെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ അതിനുവേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അതും നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ബാങ്കിന്റെ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ അവരുടെ ഈൽഡ് കുറഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈൽഡ് കുറഞ്ഞിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ RBIയുടെ റേറ്റ് കട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. സോ അതിനനുസരിച്ചിട്ട് ഇവരുടെ ഈൽഡ് കുറയും. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ സ്പ്രെഡ് എങ്ങനെയുള്ളതെന്നുള്ള കാര്യമാണ്. അതിൽ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് അതേപോലെ കോസ്റ്റ് ഓഫ് ഫണ്ട് നോക്കിയാൽ അതിലും ഈ പറഞ്ഞ രീതിയിൽ, അതായത് എങ്ങനെയാണോ ഈൽഡ് കുറയുന്നത് അതിനനുസരിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഫണ്ടും കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്പ്രെഡിനെ കാര്യമായിട്ട് അഫക്ട് ചെയ്തിട്ടില്ല. ചെറിയ ബേസിസ് പോയിന്റ്സിലെ ഈ സ്പ്രെഡ് കുറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ നിംസിലും നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ആണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത് നിംസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലും കമ്പനി ഇംപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ബോറോയിങ് വരുന്ന ക്വാർട്ടറിൽ കുറയുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നുണ്ട്. അങ്ങനെ ഏതൊരു രീതിയിൽ നോക്കിയാൽ നമുക്ക് നല്ല ഫിഗേഴ്സ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കമ്പനി മാനേജ്മെന്റ് പറയുന്ന അതേ രീതിയിൽ തന്നെ ബാങ്ക് ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബ്രാഞ്ചസ് ഈ ഒരു 9 മാസത്തിൽ നോക്കിയാൽ അവർ 5 ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഫിനാൻഷ്യൽ ഇയർ തീരാണ്ട് ഒരു ക്വാർട്ടർ കൂടെ ഉള്ളൂ. മാനേജ്മെന്റ് പറഞ്ഞെന്താന്ന് വെച്ചാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയർ, അതായത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അവർ 500 മാർക്കിലേക്ക് എത്തും എന്നുള്ളത്. അതായത് ഇപ്പൊ 469 ബ്രാഞ്ചസ് ആണ് മൊത്തം ഉള്ളത്. സോ അതിനെ 500 ബ്രാഞ്ചസിലേക്കെങ്കിലും അടുത്ത ഫിനാൻഷ്യൽ ഇയർ കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യമാണ്
അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ എണ്ണവും കൂടുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അവർ എംപ്ലോയീസിനെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം അവർ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇന്റേണലി അവരങ്ങനെ കുറെ കോസ്റ്റ് കട്ടിങ് കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് കോസ്റ്റ് കട്ടിങ് മാത്രമല്ല ചെയ്തേക്കുന്നത്, സെയിം ടൈമിൽ കമ്പനി എക്സ്പാൻഡും ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ലോൺ ബുക്ക് ഗ്രോ ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിപ്പോസിറ്റ്സ് ഒക്കെ ആ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഈ പറഞ്ഞ ബുക്കുകൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് GNPA ആണെങ്കിലും NNPA ഒക്കെ ആണെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ GNPA കാര്യം ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ 18 ക്വാർട്ടർ നോക്കിയാൽ അതിൽ ഏറ്റവും നല്ല ഫിഗേഴ്സ് ആണ് GNPA ഈ ഒരു ക്വാർട്ടറിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് NNPA കാര്യത്തിൽ നോക്കിയാൽ, നെറ്റ് NPA കാര്യത്തിൽ നോക്കിയാൽ കഴിഞ്ഞ 11 ക്വാർട്ടറിൽ ഏറ്റവും ബെസ്റ്റ് NNPA നമ്പേഴ്സ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ മൊത്തത്തിൽ അവരുടെ ബുക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ROEയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്, ROAയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്, ലോൺ ബുക്കിൽ നല്ല ഗ്രോത്ത് വരുത്തുന്നുണ്ട്. വരുന്ന ക്വാർട്ടറുകളിൽ നമുക്ക് ഏകദേശം ഇതേപോലത്തെ തന്നെ ഫിഗേഴ്സ് നമുക്ക് ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇവരുടെ കോലൻഡിങ് ബുക്ക് ഇവർ 15% അല്ലെങ്കിൽ 15% താഴെ അല്ലെങ്കിൽ 15% അറൗണ്ട് ആ ഒരു രീതിയിൽ നിർത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫീ ഇൻകം നല്ല രീതിയിൽ വരുന്നുണ്ട്, ഏകദേശം 15%ഓളം ഗ്രോത്ത് ഫീ ഇൻകത്തിൽ വരുന്നുണ്ട്. സോ അത് ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. നോർമലി ബാങ്കുകൾക്ക് ഇവർ ലെൻഡ് ചെയ്യുന്നതെന്നാണ് ഫീ ഇൻകം വരിക. ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഡിപ്പോസിറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫീ ഇൻകം ആണ് കൂടുതൽ വരുന്നത് എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ഡിസ്ട്രിബ്യൂഷനോട് അല്ലെങ്കിൽ ATM ഫീസോ ആ രീതിയിൽ റെമിറ്റൻസി എന്നുള്ള ഫീസോ ആ രീതിയിലുള്ള ഫീസാണ് ഫീ ഇൻകം ഇവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോൺ ബുക്കുമായിട്ട് ഡയറക്റ്റ് ഇതിന് ലിങ്ക് ഇല്ലെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലും ഈ ഒരു രീതിയിൽ അറൗണ്ട് 15% ഗ്രോത്ത് നമുക്ക് ഫീ ഇൻകത്തിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മോർഗേജിന്റെ ലോണിന്റെ ഗ്രോത്ത് ആണെങ്കിലും വരുന്ന വർഷം കൊണ്ട് തന്നെ ഇവർ ഏകദേശം എങ്ങനെയാണ് ലോൺ ബുക്ക് ഗ്രോ ചെയ്യുന്നത് ഓവറോൾ ആ ഒരു അതായത് ഒരു 18-20% രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓവറോൾ നോക്കിയാൽ കമ്പനി എല്ലാ ക്വാർട്ടറിലും പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ഫിഗേഴ്സ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബാങ്കിങ് സെക്ടർ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഗ്രോ ചെയ്യുന്ന ബാങ്കുകൾ വളരെ കുറവാണ്. അതായത് ഇത്രയും വലിയ പേസിൽ ഈ പറഞ്ഞ ലോൺ ബുക്കും അതേപോലെ ഡെപ്പോസിറ്റ് ബുക്കും ഒരേപോലെ തന്നെ ഗ്രോ ചെയ്യും. അതിന്റെ സെയിം ടൈമിൽ അങ്ങനെ ഗ്രോ ചെയ്താൽ മാത്രം പോരാ, അവരവരുടെ ഈ ബുക്കുകളൊക്കെ NNPA GNPA ഒക്കെ ക്ലീൻ ആയിട്ട് നോക്കണം, ROE ഇമ്പ്രൂവ് ചെയ്യണം, ROE ഇമ്പ്രൂവ് ചെയ്യണം. സോ ഈ ഒരു രീതിയിലൊക്കെ നോക്കിയാൽ നല്ലൊരു ഡയറക്ഷനിലേക്കാണ് ബാങ്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ വാല്യുവേഷൻസ് നോക്കിയാലും ഇത്രയും ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് പോലും ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ക്വാർട്ടർ മുമ്പ് നോക്കിയാൽ, അതായത് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ സ്റ്റോക്കിൽ ഏകദേശം 50% മുകളിൽ റിട്ടേൺ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കമ്പനിയുടെ മൊത്തം ഇപ്പോൾ പ്രൈസ് ടു ബുക്ക് ഒന്ന് നോക്കിയാൽ ഏകദേശം 1 താഴെയാണ്, അറൗണ്ട് 1 അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലുള്ള വേറെ ബാങ്കുകൾ കമ്പയർ ചെയ്ത് നോക്കുക, ഇതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും ഗ്രോത്ത് തരാത്ത ബാങ്കുകളിൽ പോലുള്ള പ്രൈസ് ടു ബുക്ക് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ വാല്യൂഷൻസ് വളരെ ചീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മൊത്തത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ കമ്പനിയുടെ റിസൾട്ടുകൾ നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.